അങ്ങനെ അവസാനം നമ്മ ഒരു തലതിരിഞ്ഞ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാറെല്ലാം തലതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സെറ്റ് സാരിയെല്ലാം എടുത്ത് നല്ല സുന്ദരിയല്ല തുണികളാ. അപ്പൊ അമ്മ നമ്മുടെ ഇല്ലേ മാമനിക്കുന്നല്ലേ. മുകളിലാണ് അമ്പലതാ സ്റ്റെപ്പ് കയറിയിട്ട് കുറേ പോണം. അപ്പോൾ നമ്മ തൊഴുത് താഴെത്തി. ഇപ്രാവശ്യം നമ്മളെ ലേഗൂസ് വന്നിട്ട് അല്ലേ, അമ്മക്ക് വെള്ളത്തിലേ നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മ കൊട്ടിയൂര് പോകുന്നുണ്ട്. അവിടെ ഭയങ്കര വെള്ളമാണ്. അപ്പോൾ അതിൽ കാല് വേദന എടുക്കുന്ന പറഞ്ഞുകൊണ്ട് അമ്മ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മ വന്ന ബസ്. മറ്റേ ഞാൻ ഇപ്പം മാമനിക്കൊന്ന് പോയിട്ട് നമ്മളെല്ലാം തിരിച്ച് ബസ്സിൽ കയറലായി. അപ്പോൾ നമ്മ വൈക്കിറങ്ങിയിട്ട് ചായ എല്ലാം കുടിച്ചു. നമ്മ ഇഡലി മേടിച്ചു. ഇഡലി അത്ര പോരാല്ലേ. പൂരി നല്ല അടിപൊളിയാണ് ഉണ്ടായിരുന്നു. ഒന്നിച്ച് ചിലവർ പൂരി മേടിച്ചു. അതിന് ഞാൻ അടിച്ചു വരി തിന്നു. അപ്പോൾ നമ്മ പളിച്ചൊക്കെ കയറുമ്പം ബസ്സിൽ ആരാ എന്താ ഒന്നും നോക്കിയിട്ടാട്ടാ. എൻ്റെ പരം പഠിച്ചതാന്ന് ആരാത്. നമ്മ ഇപ്പം ലോഗ് പഠിക്കുന്ന പെർള UP സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് കേട്ടാ. അപ്പോൾ എൻ്റെ ബസ്സിലാണ് നമ്മൾ വന്നിട്ടില്ല. ഇനി അടുത്ത കൊട്ടിയൂരേക്കല്ലേ ചേച്ചി? അടുത്ത നമ്മൾ കൊട്ടിയൂരേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അപ്പോൾ ആളെ ബസ്സാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പെല്ലാം പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചോ. ഒറ്റയാൻ നമ്പറിലില്ല അല്ലേ, ബാക്കിലുണ്ടോ? ഇതാ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അച്ചോ പൊലച്ചക്കായതുകൊണ്ട് ആരും കാണിക്കാൻ പറ്റില്ല. നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇരുട്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചായ പിടിച്ചിട്ട് വരണം അത്രേ. നമ്മൾ ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ. കുറേ ആളുണ്ട്. പാറൂസ് ആടി ഇരിക്കുന്നുണ്ട്. ശാന്തേച്ചി ഒരു ഹായ് പറഞ്ഞ. ധന്യാണ് നേരത്തെ എടുത്ത്. അപ്പൊ നമ്മയൊന്നും ചങ്കല്ല അല്ലേ. നല്ല കോട 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 നല്ല കോടയുണ്ട് കേട്ടാ. കോടണ്ടേ അടിപൊളി. അങ്ങനെ നമ്മ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കൊട്ടിയൂരേക്ക് നടന്നു പോയിട്ടാ. തോർത്ത് എന്തായിട്ട് എടുക്കണം. അപ്പോൾ തോർത്തെടുത്തിട്ടുണ്ട്. അച്ഛനും ചെരുപ്പ് ഇട്ടിച്ചാ. ഞങ്ങൾക്ക് ചെരുപ്പിടാണ്ട് നടക്കാനാവേയില്ല. ഞാൻ ചെരുപ്പിട്ടിന് പോകുമെന്നറിയില്ല. അതന്നെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ചെരുപ്പ് കാണാണ്ടാവാൻ അതിൻ്റെ ചാൻസ് ഉണ്ടായതുകൊണ്ട് വരുന്നുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് ചെരുപ്പിടാണ്ട് ഒറ്റപ്പൊടി നടക്കണം. പിന്നെ ഞാനും അശ്വതിയെല്ലാം ഫസ്റ്റ് ടൈമാണ് വരുന്നുട്ടാ. അമ്മേലെ 2-3 വട്ടം വന്നു. ഞാൻ ഇതുവരെ വന്നിട്ട് ആദ്യമായിട്ടായിരുന്നു. ഇത് വരച്ച് കഴിഞ്ഞാലാ നമുക്ക് ചന്ദനാന്ന് കിട്ടിയിട്ടില്ല കേട്ടാ. നമുക്ക് ചന്ദന കിട്ടിയിട്ടില്ല കേട്ടാ. ഇത് വെള്ളത്തിന്ന് കല്ലെടുത്തിട്ടാ. അതെല്ലേ, വെള്ളത്തിന്ന് കല്ലെടുത്തിട്ട് ഇങ്ങനെ തയ്ക്കല്. അത് എനിക്ക് ആദ്യമായിട്ട് അറിയുന്ന കേട്ടാ. വ്യക്തിയാന്തരം കിട്ടുക. നമുക്ക് നല്ല ചന്ദനം കിട്ടിയാൽ നല്ലതെന്ന് അറിയല്. നമുക്ക് ചന്ദന കിട്ടീനി കേട്ടാ. അമ്മമ്മ വാ, അമ്മമ്മ. അപ്പോൾ നമ്മൾ കുറേ പേരെല്ലാം കുളിക്കുന്നുണ്ട്. നമ്മൾ കുളിച്ചിട്ടൊന്നും ഇല്ല. വെള്ളം തൊട്ട് സ്ഥലമാക്കി പോകാൻ വേണ്ടിയിട്ട് പോവാം.
നമ്മളെ ശോഭിച്ച് വന്നിട്ടാ നമ്മളെ പ്രാന്തക്കാർ വീട്ടിലെടുത്തില്ലേ അമ്മി പാടെയല്ലല്ലോ അതുകൊണ്ട് നമ്മളെ പഴയ നാട്ടുകാർ എല്ലാവരും ആരോട് പോകും ഇപ്പൊ നല്ല പന്തലെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ മഴ വെള്ളാണ്ട് നടക്കാൻ വേണ്ടിട്ട് ചടങ്ങാണ് ചേച്ചി കൊറേ പ്രാവശ്യം വന്നിനേടെ മറ്റൊരു പ്രാവശ്യം വന്നു അമ്മ രണ്ടോട്ടം വന്നിന് പറഞ്ഞു അമ്മക്ക് ഇപ്രാവശ്യം ഇവിടെ ഇങ്ങനെ വെള്ളമെല്ലാം നടക്കാൻ കഴിയുന്നില്ല എന്താ വരെ ഞാൻ ആദ്യമായിട്ടായിരുന്നു അപ്പൊ നമ്മ ഇപ്പൊ ടൂറിന് വന്നിട്ടില്ല നമ്മളെ പഴയ വീട്ടിന്റെ അടിയിലെ എല്ലാ ടീമുമായിട്ട് വന്നിട്ടാണ് നമ്മുടെ വീട്ടിന്റെ ഞാൻ ജനിച്ചു വളരുമ്പോ എല്ലാം അതിന്റെ നാട്ടിലത്തെ ആൾക്കാരുമായിട്ട് ഇപ്പൊ നമ്മ അവിടെ നിന്ന് പോയോണ്ട് എല്ലാരും നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ബിന്ദേച്ചി എന്നെ സ്വന്തം അല്ലേ അന്നെല്ലാം പണിക്കുമ്പോ എന്നെ നോക്കിയത് ബിന്ദേച്ചി അന്ന് ബിന്ദേച്ചി എപ്പം ബിന്ദേച്ചിന്റെ വീട്ടിലാണ് കളിക്കാനെല്ലാം പോര് അവിടെ ചോറും കറിയെല്ലാം ഭയങ്കരമായിട്ട് മിസ്സാവും ബിന്ദേച്ചിന്റെ നമ്മ എത്തിയിട്ടാണ് കൊട്ടിയൂർ അമ്മേനെ ഞാൻ വിളിക്കാം അമ്മമാരി ഞാൻ വിളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അതല്ലേ നാലോട്ടം പോകുന്നോ അപ്പോൾ നമ്മൾ തൊഴുത് കയറിയിട്ടാ ഇന്ന് അധികം തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് നല്ല വൃത്തിയിൽ തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിന് അല്ലേ ഇത്ര വൈകീനി ഇവിടെ വരാൻ ഇത്ര വൈകീനി എന്നുള്ള ഒരു നല്ലൊരു ഇതുണ്ട് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് അടിപൊളിയായിട്ട് പറ്റും പോലെ അല്ല ഇതുവരെ വന്നിട്ടുണ്ടായിട്ടാ അമ്മ വന്നിട്ട് വീഡിയോസ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഉണ്ടാവില്ലേ ആനയെല്ലാം ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഇപ്രാവശ്യം വന്നേരം ഇതൊന്നും കാണാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം അമ്മ വന്നേരം അതെല്ലാം വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായി ആന വെള്ളത്തിലേ നടക്കുന്നതെല്ലാം അപ്പൊ നമ്മ കൊട്ടിയൂർ പോയി അവിടെ പോയി കഴിഞ്ഞാൽ ഇക്കര കൊട്ടിയൂരും കൂടി പോകണം നിർബന്ധമാണല്ലേ ചേച്ചി അപ്പൊ ആടെയും പോയി ആടെ നല്ല തൊഴുത് നമ്മിങ്ങനെ ചന്തയെല്ലാം നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല ഇവിടെ ചന്തയാണ് കേട്ടോ എല്ലാ സൈഡും മെയിനായിട്ട് കോടപ്പൂ അങ്ങനെ ഇറങ്ങിയിട്ടില്ലേ അപ്പോൾ അതും കൂടി വാങ്ങണം എൻ്റെ കുഞ്ഞക്ക് ഓടപ്പൂ അപ്പൊ മെയിനായിട്ട് ഓടപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങണമെന്ന് നിർബന്ധമാണ് അപ്പോൾ അത് വാങ്ങണം പിന്നെ കുറച്ച് കുഞ്ഞക്കെന്തെങ്കിലും വാങ്ങണം നമ്മൾ വാങ്ങിയിട്ടായിട്ട് ബാക്കിയുള്ളവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മഴയും നല്ല മഴയാണ് എല്ലാവർക്കും നമ്മൾ ഒന്നിച്ച് വാങ്ങിയെന്നേട്ടാ ഒരു കുടപ്പൂന് എത്ര 100 അല്ലേ ഒന്നിച്ച് വാങ്ങുന്നതായിട്ട് 10 രൂപ കുറച്ചിട്ടു അല്ലേ പക്ഷെ നല്ല കുടപ്പൂ നമ്മൾ ബാക്കിയിലെടുത്ത് കണ്ടതിനേക്കാളും അല്ലേ ചേച്ചി നല്ല നല്ല ഓടപ്പൂ എനിക്ക് കോടപ്പൂന്നേ കിട്ടുന്നില്ല ഓടപ്പൂ വന്നു കേട്ടാ അങ്ങനെ നമ്മ പുരടിമല ശ്രീ മുത്തപ്പൻ മടപ്പരയിൽ എത്തിയിട്ടുണ്ട്
ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ മേലേക്ക്. മേലെയാണ് അമ്പലം വരുന്നത്. നമുക്ക് അടുത്ത സമയം എത്തിയിട്ടുണ്ടായിനി. മുത്തപ്പനും തിരുവപ്പനെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത സമയത്ത് തന്നെയാണ് എത്തിയത്. മുത്തപ്പനും തിരുവപ്പനെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അവസാനം നമ്മ ഒരു തലതിരിഞ്ഞ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാറെല്ലാം തലതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിന്. അവിടെ ഭയങ്കര തിരക്കാണ്. അതിന് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടാ. നല്ല മഴയല്ലേ. അമ്മ എങ്ങനെയുണ്ട് വീട് തലതിരിഞ്ഞ്? അടിപൊളിയല്ലേ. ഉള്ളിൽ കയറിയായിന് പുറത്തുനിന്നാണ് ഉള്ളു ഇതിനെക്കാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലെല്ലാം കയറി നോക്കാൻ കേട്ടാ. എന്താ മൊത്തത്തിൽ തലതിരിഞ്ഞിട്ടായില്ല കേട്ടാ. മേലെ വേണ്ടത് തായും താഴെ വേണ്ടത് മേലെയും. ഇതാ വീടിൻ്റെ ജനലിൻ്റെ ഇതും എല്ലാം ഇങ്ങനെ തലതിരിഞ്ഞിട്ടായില്ല. റിവേഴ്സ് മൊത്തത്തിൽ. പോർച്ചെല്ലാം നോക്കി കാറ് മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് 100 രൂപയാണ്. അപ്പോൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഉള്ളിൽ കയറണം അത്രേ. ഇവിടെ കുറേ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചെണ്ടുമല്ലികയെല്ലാം കുറേ നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓണമെല്ലാം ആവാനായില്ലേ. ചെണ്ടുമല്ലിക പൂ കൃഷിക്ക് വേണ്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ അവിടെ കുറേ പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. ഇത് മാവുണ്ട്, പ്ലാവുണ്ട്, കുറേ ഉണ്ട്. അപ്പൊ നമ്മീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നടക്കുമ്പോ എന്തോ കാണാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് നടന്നോക്കാം. അങ്ങോട്ട് നോക്കുന്നേ, അങ്ങോട്ട് നോക്കുമ്പോഴുണ്ട്. ഞാൻ നടക്കുമ്പോ നേരെ നോക്കുന്നു. എന്നെ നമ്മ പോകുമ്പോ നമ്മളെന്താ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മ മദർ തെരേസ. എന്തെല്ലോ അത്ഭുതങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഈ അടുത്ത് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് ദൂരം പോയി നമുക്ക് നോക്കാം. ശരിക്കും ഗാന്ധിജീൻ്റെ ഒരു ഇവിടെ ഒരു കിണറ് പോലെയുണ്ട്. ഇത് നമുക്ക് അത് ഇപ്പം നോക്കുമ്പോൾ സ്ക്വയർ, ഇപ്പുറത്ത് നോക്കുമ്പോൾ പിരമിഡ്. നമ്മ ഇപ്പുറത്ത് നോക്കുമ്പോൾ കരയുന്ന കുഞ്ഞാന്ന്. ഇതാ നടന്ന് നടന്ന് ഇപ്പുറത്തെത്തുമ്പോൾ ചിരിക്കുന്ന കുഞ്ഞായി. അങ്ങനെ കുറേ എന്തെല്ലോ ഇല്യൂഷൻസിൽ ഒരു വീടാണ് കേട്ടത്. കുറേ കാണാനുണ്ട്. ഇടുന്നവരെന്തെല്ലോ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. 2 കയ്യിലും ഫോൺ പിടിച്ച് വെക്കും പോലെ ഉണ്ട് ഇപ്പോൾ. ഇപ്പം ഒരു കുറച്ച് ടോയ്സ് വെച്ച പോലെ ഇല്ല. നമുക്ക് നോക്കാം. ഒരു ബേഡ്സിനെ പോലെ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷിക്കും പോലെ കുറേ ടോയ്സ് വെച്ചിട്ടുണ്ടായി അല്ലേ.
അല്ലേ? കൊറേ ടോയ്സ് വെച്ചിട്ടുള്ള ഉണ്ടായിന് കാണുമ്പോ നമ്മ പെട്ടത് ശരിക്കും പക്ഷീനെ പോലെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് അത്. എന്താ നമുക്ക് നോക്കാം. എന്താ കണ്ടാ, ഇതാണ് പക്ഷീനെ പോലെ ആയി മാറിയത്. ഇത് ശരിക്കും 3 പെൺകുട്ടികളെ നിൽക്കും പോലെ ആന്നില്ലേ. ഇങ്ങനെ നോക്കുമ്പോ യേശുവിനെ പോലെ ഉണ്ട്. നമുക്ക് ദൈലും കൂടി ഒന്ന് കയറി നോക്കാം കേട്ടാ. വേണ്ട വേണ്ട, ആടെ നിന്നാ നിന്റെ തലയാടെ മുട്ടിക്ക്, ആടെ മുട്ടിക്ക്. എന്തായാലും നോക്കടാ, വീടിന്റെ തല തിരിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങാൻ അങ്ങനെയുള്ള നിൽക്കുമ്പോഴത്തെ ഫീലിംഗ്. എല്ലാം ഇടുന്ന് ഫോട്ടോ എടുക്കേണ്ട ആ ഒരു പരുവത്തിലാന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഫോട്ടോയിൽ നമുക്ക് നേരെ അറിയും തല തിരിഞ്ഞിട്ടാന്ന് എല്ലാം കാണല് അല്ലേ. എല്ലാം ഫോട്ടോ എടുക്കേണ്ട കാര്യത്തിലെല്ലാം അല്ലേ. ഫോട്ടോത്തിൽ വേറെ കാണുന്നത് നമ്മൾ നേരിട്ട് നോക്കുമ്പോഴല്ല, ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേനും വേറെ തന്നെ. ഇപ്പം ഇതന്നെ ഒരു ഇതിങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഫോട്ടോയിലെല്ലാം കാണുമ്പോൾ ശരിക്കും തല തിരിഞ്ഞിട്ട് നമ്മ ഇങ്ങനെ ഭിത്തിയിലെല്ലാം പിടിച്ച് തൂങ്ങിയിട്ട് വീഴാനായ പോലെയാണ് ഫീൽ ചെയ്യല്. പറയാടെ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ. ശരാ ഏച്ചി ഇപ്പം എന്താ ഇവിടെ നോർമലായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടായില്ലേ. നാം മിററിൽ കാണുന്ന നോക്കി എന്താ ഇതുവരെ കാണുന്നു. ഭിത്തിന്ന് ഇങ്ങനെ ഇതാവും പോലെ എന്ന് പറയും. വേണ്ട, അപ്പൊ നമ്മ എല്ലാരും കയറിയിട്ടൊന്ന് ഫോട്ടോസ് എടുക്കട്ടെ. അമ്മമ്മേ അമ്മമ്മേ കയറി ഇരിക്ക്. ഇപ്പുറം താഴേക്ക് ഇരുന്നിട്ട് ഇങ്ങോട്ട് കാല് നീട്ടണം, എന്നാലേ നിങ്ങളെ വൃത്തി അതേപോലെ കിട്ടൂല. ഇത് അവരിലിരുന്ന പോലെയല്ലേ, അതേപോലെ എന്നാലേ കിട്ടൂലു. എന്താ ഇവരെല്ലാം ഇങ്ങനെ ഇരുന്നിട്ടായില്ലേ. അശ്വതീച്ചി അതേപോലെ ഇരിക്ക്. തരൂല്ലേ ഇവരിതാ ഇങ്ങനെ ഇരുന്നിട്ടായില്ലേ നമുക്ക് ഫോട്ടോ ഇത് കാണാതെ. എന്താ ഇങ്ങനെയാന്ന് കാണുന്നത് കേട്ടാ. ഇവിടെ കുറച്ചാളിങ്ങനെ കിടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് മിററിൽ കാണുമ്പോ കണ്ടോ അല്ല, അവര് ഭിത്തിന്ന് വീഴാൻ വേണ്ടി നിൽക്കുമ്പോ തൂങ്ങി പിടിച്ച് കിടക്കും പോലെ ഇല്ലേ. അപ്പൊ ഒരു കൈകിളക്കി. അപ്പൊ ഒരു ഫോട്ടോ എടുക്കൽ മഹാമാമാങ്കം കഴിഞ്ഞിട്ട് നമ്മ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടേ അല്ലേ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വിളിച്ച്. അപ്പം എല്ലാവരും ഫോട്ടോ എടുത്തൊരു സ്റ്റാറ്റസ് ഇടുന്നതിൻ്റെ ഗുഡൻസ് ഇപ്പം മനസ്സിലായത്. ഇവിടെ വന്നേ പിന്നെ ഈ രീതിയിലെല്ലാം എടുക്കണം അല്ലേ. ഇതെല്ലാം നല്ല അടിപൊളിയുണ്ട്. എല്ലാം ഫോട്ടോ എടുക്കേണ്ട നല്ല ഫോട്ടോ സെക്ഷനിലുണ്ട്. നമ്മൾ ഓരോന്നും ഇങ്ങനെ വെള്ളത്തിൽ പോലെ വെള്ളത്തിൽ പാലത്തിൻ്റെ മേലെ ഇങ്ങനെ നടക്കും പോലെ ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഫോട്ടോസ് എല്ലാം കുറേ എടുത്തു വിട്ടാ. പിന്നെ ഇവിടെ കുറേ ആൾ സെറ്റായി നിൽക്കുന്നുണ്ട്. നേരത്തെ ഫോട്ടോ അപ്പുറം എടുക്കാൻ വിളിച്ചിട്ട് വരാത്ത ആൾ ഇവിടെ അല്ലതാ ലവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് വന്നിട്ട്. അവസാനം ഈ തലതിരിഞ്ഞ വീട്ടിൽ ഒരു ഡാൻസിങ് സെക്ഷനും കൂടി ഉണ്ടായിനി. അവിടെ കയറി നമ്മൾ കുറേ പേര് ഡാൻസ് എല്ലാം കളിച്ചു. ഇന്നത്തെ ഈ യാത്രേന എങ്ങനെ പറയണമെന്നറിയില്ല, അത്രയും നല്ല മനോഹരമായിരുന്നു ഇന്നത്തെ യാത്ര. പ്രായഭേദമന്യേ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വേണം പറയാൻ വേണ്ടി. കൊട്ടിയൂര് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറേ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റൂല കേട്ടാ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.